ഇപ്പൊ പടങ്ങൾ ചൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവല്ലേ? ചൂസ് ചെയ്യില്ല, അങ്ങനെ ആരും വിളിക്കുന്നില്ല. ചൂസ് എന്തോന്ന് ചെയ്യാൻ, വിളിച്ചാ പോവും, അത്രേ ഉള്ളൂ. ഓ, അങ്ങനെ ചൂസ് ഒന്നുമില്ല, വിളിച്ചാ പോവും. എനിക്ക് ഒരു കഥ, ഇപ്പം ജോയ് സാർ വന്നു, കഥാപാത്രം പറഞ്ഞു, അങ്ങനെ വിളിക്കുന്നവരെ കൂടെ നമ്മൾ അഭിനയിക്കാൻ പോകുന്നു, അത്രേ ഉള്ളൂ. ഈ പണിയിൽ വേറെ കുറെ ചെറിയ കുട്ടികളൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ജുനൈസ് ഉണ്ട്, അതുപോലെ തന്നെ സാഗർ ഉണ്ട്. അവരോടൊക്കെ മാമിന് കോമ്പിനേഷൻ സീൻസും ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു പുള്ളിക്ക്. അവരെ ഈ കുട്ടികൾ, ഈ ബിഗ് ബോസിൽ വന്ന കുട്ടികൾ, അവർക്കൊക്കെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇത്രേ ഉള്ളോ സീമേച്ചിന്ന്, ഞാൻ അവനെ അടി മോച്ചില്ല സീമേച്ചി ഇത്രേ ഉള്ളോ എന്ന്. അങ്ങനെ ഒരു പിള്ളേരാണ് അവർക്ക് എപ്പോഴെങ്കിലൊക്കെ വിളിക്കും. വിളിക്കും. കുട്ടികളല്ലേ എല്ലാവരും, പാവങ്ങളല്ലേ. അത് എൻ്റെ മക്കളെ പോലെയൊക്കെ അല്ലേ. എന്തൊക്കെ അവരോട് സംസാരിക്കുന്നത്? അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നും സംസാരിക്കില്ല. എവിടെയെങ്കിലും ഇങ്ങനെ ഞങ്ങളാണ് പോകുന്നത് ഗ്രൂപ്പ്. ഇവർ ചിലപ്പം എൻ്റെ ചോദിക്കും, ചേച്ചി അവരെ കയറ്റിക്കോട്ടെ. ഞാൻ പറഞ്ഞാൽ എനിക്ക് എന്തോ കുഴപ്പം, ഞാൻ ഒറ്റയ്ക്കല്ലേ പോകുന്നത്, അവർ കയറ്റിക്കോളൂ, പിന്നിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവർ പോകുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ചായ കിട്ടുമോ നോക്കുന്നത്, ഇതായിപ്പോൾ വാങ്ങിച്ചു തരാം, ചായ വാങ്ങിച്ചു തരും. പിന്നെ ആ കടയിൽ എന്തെങ്കിലുമൊക്കെ ബോണ്ട് ഒക്കെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സീമേച്ചി ഇത്രയും സീമേച്ചി ചായക്കടലൊക്കെ കുടിക്കുക. ഞാൻ പറഞ്ഞു, ചായയല്ലേ കുടിക്കുന്നത് ഇതിൽ. അങ്ങനത്തെ ഒരു കുട്ടികളാണ് ഇവരുടെ അടുത്തൊക്കെ. എന്തോന്ന് ഇതാക്കുന്നത് നമ്മൾ. പക്ഷെ അഭിനയിക്കുമ്പോൾ മാത്രം സീമേച്ചി അഭിനയിക്കുമ്പോൾ വേറെയാണ്. ഞാൻ പറഞ്ഞു, അതിനല്ലേ വന്നിരിക്കുന്ന ചാപ്പാടല്ലേ എന്ന് പറയും ഞാൻ. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ അഭിനയിക്കണം, കഥാപാത്രത്തിനുള്ളിലേക്ക് എടുക്കണം, കഥാപാത്രത്തിനെ ആവാഹിക്കണം, ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കുറെ ആവാഹിക്കാൻ നമ്മളെന്താ ദൈവമോ വല്ലോ ആണോ, പൂജാരിയാണോ? അങ്ങനെയൊക്കെ പറയില്ലേ, പ്രിപ്പയർ ചെയ്യണം. മാം അങ്ങനെ ഏതെങ്കിലും കഥാപാത്രം ഒരുങ്ങിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ഒരുങ്ങിയിട്ടില്ല. ഇവൻ എല്ലാത്തിലും സെറ്റിൽ പോയാൽ ഭയങ്കര ബഹളമായിരിക്കും. ശശിയേട്ടൻ തന്നെ പറയും, മൂഡ് കീപ്പപ്പ്. ഞാൻ പറയും, ശശിയേട്ടാ ക്യാമറമാൻ പോലെ നിന്ന് അഭിനയിച്ചാൽ പോരെ, അപ്പോൾ എന്തിനാണ് മൂഡ് ഇപ്പോഴേ കീപ്പപ്പ് ചെയ്യുന്നതെന്ന് പറയും. അങ്ങനത്തെ ഒരു ഇതാണ്. എം.ടി. സാറിന്റെ ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിച്ച 8 പടം എന്താ ചെയ്തത്? 9 പടം. ആണോ? 9 പടം. ശരി, 9 മാറ്റിയേക്കാം. ഇനി പറയുന്ന എല്ലാവർക്കും 9 ആക്കിയേക്കാം. അത്രയും പടങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് മുമ്പേ കിട്ടുക, അല്ലെങ്കിൽ അത് വായിക്കുക, ക്യാരക്ടർ ഇങ്ങനെ പെരുമാറും, അങ്ങനെ ഇത് അങ്ങനെയൊന്നുമില്ല. ഇന്നവരെ ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എനിക്ക്. ഈ നീലിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആരൂഢം ശശിയേട്ടനാണ് എൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ടേഴ്സാണ് സ്ക്രിപ്റ്റ് എൻ്റെ. ഞാൻ അതല്ലേ ആദ്യമേ പറഞ്ഞത്, ഡയറക്ടേഴ്സിൻ്റെ ഉള്ളിൽ എന്തുണ്ടോ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതിന് നമ്മൾ പറ്റുന്നിടത്തോളം അഭിനയിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ല, ഒരു കൗതുകം കൊണ്ട് ചോദിച്ചോട്ടെ, അദ്ദേഹം വളരെ കുറവ് സംസാരിക്കുന്നു എന്നല്ലേ പറയുന്നത്? ശശിയേട്ടനോ? ശശിയേട്ടൻ വീട്ടിൽ മാത്രമേ കുറവായിട്ട്, ഷൂട്ടിങ്ങിൽ കറക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് യാതൊരു മാറ്റവും ഇല്ല. ഷൂട്ടിങ്ങിൽ ടൈപ്പേ വേറെയാണ്. ഷൂട്ടിങ്ങിൽ മാത്രമേ ഞാൻ അങ്ങേരെ പേടിക്കുള്ളൂ, വീട്ടിലൊന്നും പേടിക്കില്ല. ഈ മകൻ മലയാള സിനിമയുടെ ഒരു പ്രതീക്ഷയാണ്. അദ്ദേഹം സിനിമകൾ സ്വതന്ത്രമായിട്ട് സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ പോലും തെലുങ്കിൽ, മലയാളത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ശശി സാറിന്റെ മകൻ ടാലന്റ് എന്തായിരിക്കും അറിയാൻ മലയാളികൾക്ക് നല്ല ആഗ്രഹവും ഇഷ്ടമൊക്കെ ഉണ്ട്. എപ്പോഴാ മകന്റെ ഒരു മലയാള സിനിമ ഉണ്ടാവും? എനിക്കറിയില്ല, അത് അവൻ്റെ അടുത്ത് വേണം ചോദിക്കാൻ. ഒന്നും ഷെയർ ചെയ്യില്ല? ഞങ്ങൾ അങ്ങനെ ഒന്നും ഷെയർ ചെയ്യില്ല. ശശിയേട്ടൻ്റെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നോ ഞാൻ അതുപോലെ തന്നെ മോൻ്റെ അടുത്തുള്ളത്. എന്താ, എവിടെയാ, എന്ത് കഥയാണ്, എങ്ങനെയാ ചെയ്യുന്നത്, ഒന്നും ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യില്ല. അവൻ വന്നാൽ എനിക്ക് അവൻ ഇവിടെ വീട്ടിൽ വന്നിരുന്ന് അവന് നല്ല ചാപ്പാട് കൊടുക്കണം, അവനെ ഹാപ്പി ആക്കി വയ്ക്കുക, ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ ചിന്ത മുഴുവൻ. അല്ലാതെ ഏത് പടം ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഇവരെന്ത് പറഞ്ഞു, അവരെന്ത് ഒന്നുമില്ല. അവൻ IV ശശിൻ്റെ സീമേൻ്റെ മോനാണെന്ന് പോലും അവൻ പറയില്ല എവിടെയും. ഇതാണ് അവൻ്റെ ഒരു സ്വഭാവം. സ്വന്തമായിട്ടൊരു ലേബൽ ഉണ്ടാക്കണം അങ്ങനെയല്ല. അങ്ങനെ ഒരു അവൻ പണ്ട് തൊട്ടേ, ഇവൻ മോളും അതെ. IV ശശിൻ്റെ സീമേൻ്റെ മോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർ പറയുള്ളൂ, അല്ലാതെ അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ പറഞ്ഞു നടക്കില്ല അവർ. ഈ മാം ആളുകളെ കോംപ്ലിമെന്റ് ചെയ്യുന്ന കഥകൾ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് മാം ഒരു സിനിമയുടെ സ്ഫോടനത്തിന് ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്നു, നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട്. അപ്പൊ അങ്ങേരുടെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായെന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അങ്ങനെ പറയുന്ന ഒരു പെൺകുട്ടി ഭയങ്കര റയർ ആയിരിക്കില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന്. അതെ, ഇപ്പോൾ ജയേട്ടനെയൊക്കെ നമ്മൾ കാണുന്നു, ജയേട്ടന് ആ ഒരു രീതിയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു പേഴ്സണെ കുറച്ച് കാണുന്നത് സുഖമായിട്ടൻ അങ്ങനെ ഉണ്ടാവും. പക്ഷെ മമ്മൂക്കേൻ്റെ രീതി വേറെയായിരുന്നു, ഒരു പ്രത്യേകിച്ച് ഒരു ഇതായിരുന്നു.
അപ്പോൾ ഞാൻ ചോദിച്ചു ആരങ്ങേരെന്ന് ചോദിച്ചു. പുള്ളി മമ്മൂട്ടി എന്നാണ് പേര്. ഒരു ഇതിൽ ഒരു കഥാപാത്രം ചെയ്യുന്നു, മിക്കവാറും സിമെൻ്റൊക്കെ പാരായിരിക്കും എന്നൊക്കെ. ആ പുള്ളി ഇരുന്ന രീതി എനിക്കിഷ്ടമായി. ഒരു കാലിൻ്റെ മുകളിൽ കാലിട്ട് അങ്ങനെ ഒരു ഇതിൽ സ്റ്റൈൽ. ഞാൻ നേരെ പോയി, ഞാൻ സീമ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി കേട്ടാ എന്ന് പറഞ്ഞ് വന്നു. ഇത്രയുണ്ട്. ഇപ്പോഴും ഇങ്ങനെ ആളുകൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ പോയി കോംപ്ലിമെൻ്റ് ഒക്കെ ചെയ്യോ? ഇപ്പം നിങ്ങളുടെ അടുത്ത് വയസ്സ് ചോദിച്ചില്ല, എന്തിനാ ചോദിച്ചേ? എനിക്ക് വല്ല ആവശ്യമുണ്ടോ വയസ്സ് ചോദിക്കാൻ? ഇല്ല 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 അത്രേ ഉള്ളൂ. എന്താ എന്താ അത്രേ ഉള്ളൂ. ഇപ്പോൾ ആളുകൾ സീമ ചേച്ചിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ചിട്ട് ഈ വീട്ടിൽ വന്നിട്ട് കഥ പറഞ്ഞാൽ മതിയോ? എന്താ പടം എടുക്കാൻ പോകുന്നു? അല്ല, ഞാൻ പറയാ ഇപ്പൊ എന്തായാലും വല്ല ഉദ്ദേശം ഉണ്ടോ ഡയറക്ഷനില്? ഇല്ല. അല്ല, ഞാൻ പറയുന്നത് അപ്രോച്ച് അങ്ങനെ തന്നെ മതിയോ? എങ്ങനെ മതിയോ? ജോജു ചേട്ടൻ വരുന്നത് പോലെ വരിക, കഥ പറയാ. അങ്ങനെ ജോജു സാറിനെ വിട്ടേക്ക്. ജോജു സാറിന്റെ രീതി അതായിരുന്നു. ബാക്കിയുള്ളവർ അങ്ങനെ തന്നെ വന്ന് വിളിക്കണം എന്നൊന്നുമില്ല. ചിലപ്പോ സീമേച്ചി പടം ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുണ്ട്, നാട്ടിൽ നിന്നൊക്കെ വരുമായിരിക്കും. അങ്ങനെ ഇപ്പം ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറയുന്നു, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. ഈ ആളുകൾക്ക് ഇപ്പോഴും വലിയൊരു സ്നേഹവും ഇഷ്ടമൊക്കെയാണ് ചേച്ചിയുടെ. ഡെഫിനറ്റ് ആയിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ എന്നുള്ളത് എനിക്കറിയാം. ഈ ആളുകൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ കഥാപാത്രങ്ങളുടെ പേരിട്ടിട്ട് വിളിക്കുന്നു. എയർപോർട്ടിലൊക്കെ വെച്ച് കാണുമ്പോൾ ആളുകൾ പല ആളുകൾ എന്താ പറയാ സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആളുകളുണ്ട്. അപ്പം ഈ ആളുകളുടെ ഒരു ഇഷ്ടം, അല്ലെ ആളുകളുടെ ഒരു സ്നേഹം, അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയാ ഇടയ്ക്കൊക്കെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പടത്തിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ മകനെ നോക്കാനൊക്കെ. അപ്പൊ സിനിമയോട് അങ്ങനെ ഭയങ്കര പാഷൻ, അങ്ങനെ ഭയങ്കര ഇഷ്ടം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതോ സിനിമയോടുള്ള മാമിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? സിനിമ എന്നുള്ളത് എൻ്റെ ചോറാണ്. അതിനെ പുച്ഛിക്കാനോ അതിനെ ഇതാക്കാനോ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല. മക്കളൊക്കെ നോക്കുന്നൊക്കെ ശരിയാണ്, പക്ഷെ സിനിമ എന്നുള്ളത് എൻ്റെ ചോറിനെ കവിഞ്ഞിട്ട് ഞാനൊന്നും തെറ്റായിട്ട് അതിനെ ഭാവിക്കുകയില്ല. മാമിനോട് ഭയങ്കര വലിയ ബഹുമാനമുള്ള മറ്റൊരു ഏരിയ കൂടി ഉണ്ട് എനിക്ക്. അതായത് ഇപ്പോൾ ഒരാൾക്കൊരു നഷ്ടം സംഭവിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാൾക്കൊരു എന്തെങ്കിലും ചെയ്തത് പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്തത് ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, മാം ഈ വിശേഷതം കൂടിയിട്ട് അനു എൻ്റർപ്രൈസസും അതുപോലെ ആരോഹമൊക്കെ തുടങ്ങുന്ന സമയത്ത് അതിനൊരു ഡിപ്പ് വന്നിരുന്നു. അപ്പം മാമാണ് ഇറങ്ങിയിട്ട് അത് ശരിയാക്കുന്നത്. അതിനുള്ള ശക്തി മുമ്പ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, യൂണിറ്റിനെ കോർഡിനേറ്റ് ഒന്നും മുമ്പ് ചെയ്തിട്ടില്ല, അപ്പം അങ്ങ് ചെയ്യല്ലേ, അതിനുള്ള ശക്തി എവിടെ നിന്നാണ് കിട്ടിയത്? അല്ല, അത് ശക്തി എന്നൊന്നും പറയാക്കില്ല, അതങ്ങനെ ആയിപ്പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനൊരു ശക്തിന്നോ ഇത് അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ എനിക്കിങ്ങനെ വന്നിരിക്കണമെന്നോ അങ്ങനെയൊന്നും യാതൊരു പ്ലാനില്ല. ജീവിതം പ്ലാൻ ചെയ്യാൻ പാടില്ല. ജീവിതത്തിൽ നാളെ എങ്ങനെ ആവണം അങ്ങനെ ആവണം. എന്നെ സംബന്ധിച്ചോളം, ബാക്കിയുള്ളവർക്ക് എനിക്കറിയില്ല, എനിക്ക് നാളത്തെ കാര്യത്തിന് പ്ലാന് അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഇന്നെന്തോ അത് സംഭവിച്ചാൽ അങ്ങനെ പോവും. അല്ലാതെ നാളെ എങ്ങനെ ആവണം അങ്ങനെ ആവണം അത് യാതൊരു ഉദ്ദേശം എനിക്ക് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അന്ന് അങ്ങനെ സംഭവിച്ചു, അന്ന് അങ്ങനെ ഒരു ഏറ്റെടുക്കണതിൻ്റെ ഒരു ചുമതല എനിക്ക് കിട്ടി, ഞാൻ ഏറ്റെടുത്തു. ദാറ്റ്സ് ഇറ്റ്. ഒരുപാട് ഗ്രേറ്റസ്റ്റ് പെർഫോമൻസുകളുണ്ടല്ലോ. അപ്പോൾ ആളുകൾ അവാർഡാണോ ആളുകളുടെ ഈ അനുമോദനമാണോ? അനുമോദനമാണ്. ഒരു 4 പേര് സെലക്ട് ചെയ്യുന്ന ഒരു അവാർഡല്ലല്ലോ നമുക്ക് അത്യാവശ്യം. 100,000 പേര് അനുമോദിക്കുന്നതല്ലേ വലിയ കാര്യം. ഏതാ നല്ലത്? 100,000 പേര് അനുമോദിക്കുന്നതന്നെ. അതിന് നമുക്ക് മുഖമുണ്ട്, അത് അവരുടെ മുഖത്ത് സത്യം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതിപ്പോൾ നിങ്ങളുടെ അമ്മ പറഞ്ഞത് തന്നെ നിങ്ങളുടെ മുഖത്ത് കാണാൻ അതെനിക്കൊരു അംഗീകാരമാണ്. അതൊരു അനുമോദനമാണ്. അല്ല, അത് വലിയ കാര്യമാണ്. ഈ വാതിൽ കടന്നു വരുന്ന മാമിന് അന്ന് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള മാമിൻ്റെ കൂടെയുള്ള ഫ്രണ്ട് ആരാ? ഇപ്പോഴും ചെന്നൈയിലേക്ക് വന്ന മാമിനെ വിസിറ്റ് ചെയ്യുന്ന ക്ലോസ് ഫ്രണ്ട് ദൗത്യ ഉണ്ടല്ലോ അവിടെ, അവളുണ്ട്. പിന്നെ അങ്ങനെയല്ല, എല്ലാവരുടെ അടുത്തും നന്നായി പെരുമാറും. ജസ്റ്റ് എല്ലാവരുടെ അടുത്തും ഇപ്പം മെനിങ്ങാന്ന് രാധ വന്നു. അപ്പം അവരൊക്കെ ഒരു ഫാമിലി ആയിട്ടാണ് വരുന്നത്. അല്ലാതെ ഞാനൊരു സീമയാണ് അവളൊരു രാധയാണ് അങ്ങനെയല്ല വരുന്നത്. എല്ലാവരും വരും പോവും. വരുന്നവരൊക്കെ സന്തോഷമായിട്ടിരിക്കും, വരുന്നവർക്ക് ആഹാരം കൊടുക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ഈ കാത്തുവാക്കൽ 2 കാതൽ എന്നുള്ള സിനിമയുടെ അകത്ത് മാം വേണം ആ റോളിലേക്ക് എന്ന് പറയുന്നത് നയൻതാരയാണ് എന്നുള്ളത്. അതെ, അവരൊരു വലിയ ആർട്ടിസ്റ്റാണ്, നിങ്ങൾ അവരെ ഇടൂ, അവർ ഗംഭീരമായിട്ട് ചെയ്യും എന്നുള്ളത്. പിന്നീട് നയൻതാരയെ പറ്റി ഇതിനോട് സംസാരിച്ചിരുന്നോ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്? ആ ബഹുമാനം കൊടുത്തു എനിക്ക്.
അതാ അവർക്ക് ബാക്കിയുള്ളവർക്ക് എന്നെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഗൂഗിളിൽ പോയി തപ്പുകയാണ്. അപ്പം തപ്പിയിട്ട് അവർ പറയാണ്, അയ്യോ ഇവങ്ങളെ എപ്പടി നമ്മൾ സമാളിക്കരുതെന്ന് വെച്ചാൽ എങ്ങനെ ഞങ്ങൾ ഇതാക്കുമെന്ന്. അപ്പോൾ പറഞ്ഞു നയൻ അങ്ങനെയൊന്നുമില്ല, അവർ നല്ലതാണ്, നല്ല കോപ്പറേറ്റ് ചെയ്യുന്ന പോയപ്പോൾ അവർക്ക് ഹാപ്പിയായി, അത്രേ ഉള്ളൂ. മാമിൻ്റെ പേരിൽ ഒരുപാട് റെക്കോർഡുകളുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞു. ഒന്ന് ഏറ്റവും അധികം MTs ആയിട്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നായിക നടി, ആദ്യമായിട്ട് മലയാളത്തിൽ രണ്ടാമത് സർട്ടിഫിക്കറ്റ് സിനിമയിൽ അഭിനയിച്ച നടി, അതിന് പക്ഷേ ഇന്ന് കൾട്ട് സ്റ്റാറ്റസ് ആണ്. മൂന്നാമത്തത് ആദ്യമായിട്ടൊരു ബുള്ളറ്റ് ഓടിക്കുന്ന രംഗത്തിൽ പ്രത്യക്ഷപ്പെട്ട മലയാള നടിയും സിമി ചേച്ചിയാണ്. ആ ബുള്ളറ്റ് ഓടിച്ച് വയ്യാതെ എടുക്കുന്ന സിമി ചേച്ചിയെ വിളിച്ചത് അന്നത്തെ തമിഴ്നാട്ടിൻ്റെ ചീഫ് മിനിസ്റ്റർ MGR ആണ്. അതെ, അത് ആ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ഒരു കരുതലല്ലേ? പിന്നെ ഡെഫിനറ്റായിട്ടും ഇത്രയും പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ സംഭവിച്ച 80-ലല്ലേ, 44 കൊല്ലമായല്ലേ. 28 വയസ്സൊന്നും പറയുന്നു, പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയോ? അത് ആ സംഭവം കേട്ടപ്പോഴേ നമുക്ക് ഭയങ്കര രോമാഞ്ചമായി പോയി. കാരണം മലയാളത്തിലത്തെ ഒരു ആർട്ടിസ്റ്റ് നായിക നടിയാണോ ഒക്കെ ശരിയാണ്, പക്ഷെ അവർക്കൊരു ആക്സിഡന്റ് പറ്റിയപ്പോൾ ആ നാടിന്റെ ചീഫ് മിനിസ്റ്ററിനെ വിളിച്ചിട്ട് നിനക്ക് ഇത് ചെയ്യേണ്ട കാര്യമാണോ ചോദിക്കാന്ന് പറയുന്നത്. പുള്ളിയും ഇൻഡസ്ട്രിയിൽ ഉള്ളത് കൊണ്ടാണ് പുള്ളി അങ്ങനെ ചോദിച്ചത്. പുള്ളിയും സിനിമയിലല്ലേ ഉണ്ടായിരുന്നേ. അതെ അതെ അതെ. അപ്പം അതിൻ്റെ ഇത് എന്തുകൊണ്ടാണ് നീ ചെയ്തേ, ഡ്യൂപ്പ് ഇട്ടാൽ പോരായിരുന്നോ എന്ന്. അപ്പം അതുവരെ അവർ എന്നെ പഠിപ്പിച്ചത് ലെഫ്റ്റിൽ ബ്രേക്കും റൈറ്റിൽ ആക്സിലേറ്ററുമാണ്. അപ്പോൾ ഷൂട്ടിങ് സമയത്ത് തന്നത് റൈറ്റിൽ ബ്രേക്കും ലെഫ്റ്റിൽ ആക്സിലേറ്ററാണ്. അപ്പോൾ റൈറ്റിൽ ബ്രേക്ക് ഇടുമ്പം ഞാൻ ലെഫ്റ്റിൽ ഇടുമ്പോൾ മുഴുവനും ബ്രേക്ക് ഇടുകയെന്ന് വിചാരിച്ച ആക്സിലേറ്റർ കൂട്ടുകയാണ് ഞാൻ. അങ്ങനെ കൊണ്ട് മരത്തിൽ ഇതാക്കിയതാണ്. ഏതോ ഒരു പയ്യൻ, ഒരു മെക്കാനിക്കാന്ന് തോന്നുന്നു, എതിരിൽ ചേച്ചി സീമയുണ്ട് അഭിനയിക്കാനെന്ന് പറഞ്ഞിട്ട് കയറി വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. ഒറ്റ ചവിട്ടി ചവിട്ടപ്പോൾ ബൈക്കോടെ എൻ്റെ മുകളിൽ, ഇല്ലെങ്കിൽ അന്ന് പോയേനെ ഞാൻ. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റൂലായിരുന്നു. അല്ല, ആ പയ്യൻ ചവിട്ടിയില്ലായിരുന്നെങ്കിൽ പോയേനെ, ഞാൻ മുകളിൽ പോയേനെ, അപ്പോഴേ പോയേനെ. ബേസിക്കലി ഇങ്ങനെയാണോ അതോ ഞാൻ വന്നതുകൊണ്ട് ഇങ്ങനെ ആയതാണോ? ഇതാണ് സീമ. അയ്യോ എന്തൊരു ചിരിയാണ്, ചിരിക്കാൻ മാത്രം ഉണ്ടായതില്. ഞാൻ ഈ കുറെ ഭയങ്കര അഭിനയ പ്രാധാന്യമുള്ള റോളുകളിലൊക്കെ മാമിനെ കണ്ടിട്ട്, ഈ വാർത്ത, അനുബന്ധം, അതുപോലെ ഈ പറഞ്ഞ പടങ്ങളിലൊക്കെ കണ്ടിട്ട് ഞാൻ മാമിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാനിതാ കോമഡി പീസ്. ഞാനെന്താ കോമഡി പീസായി പോയാ? ഇല്ല, ഞാൻ പൊളിയാ. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ മലയാള സിനിമയിൽ. ഡെഫിനറ്റ്ലി. ആ ശരി, ഓക്കെ, ചെയ്താ പോരാ. ഇപ്പോഴാണ് മനസ്സിലായത്, ഒരു 10 വയസ്സ് കുട്ടിയുടെ ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ലൈഫിന് ഇത്രയും കൗതുകത്തോടു കൂടി കാണുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഓ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഇറ്റ്സ് ഗ്രേറ്റ് മീറ്റിംഗ് യു മാം. ഇല്ല, എനിക്ക് പറയാണ്ട് പണിക്ക് വേണ്ടി വന്നിട്ട്, പണി എന്ന് പറഞ്ഞ പടം എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും കാണണം, അഭിപ്രായം പറയണം. ജോജു സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ദിവസമായി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട്. അതിന് വർക്കിന് മറന്നിട്ടില്ല കേട്ടോമാ, നന്ദിയുണ്ട്. അനിയനാണ്. ജോജു സാറിനോട് ഇങ്ങനത്തെ ഒരു കഥാപാത്രം തന്ന് എന്നെ അഭിനയിപ്പിച്ചതിൽ വളരെ നന്ദിയുണ്ട്. എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാവിധ നന്ദിയുണ്ട്. ബിക്കോസ് സ്റ്റിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഞാൻ നന്ദി പറയാണ്. നന്ദി. താങ്ക് യു. താങ്ക് യു. പണിയിലെ ഗിരിയുടെ അമ്മ പറയുന്നത് പോലെ അവന്മാരെ കയ്യെ കിട്ടിയാൽ ചതച്ചേക്കണം എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് ട്രെയിലറിനകത്ത്. ആരെ കിട്ടിയ? ഇപ്പൊ നിങ്ങളെ കിട്ടിയാൽ ചതിക്കണം എന്തോന്ന്, എവിടെ പോകുന്നു? പണിയിലെ ഗിരിയുടെ അമ്മ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അവന്മാരെ കയ്യെ കിട്ടിയാൽ ചതച്ചേക്കണം. ആ പറയുന്ന സമയത്ത് അതിനൊരു പവർ ഉണ്ട്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇപ്പോഴും മലയാളത്തിൽ വേക്കൻ്റ് ആണ്. അപ്പോൾ വേഗം തിരിച്ചു വരണം, ആളുകൾ വിളിക്കും. വരാം, നിങ്ങളുടെ പൊന്നാവട്ടെ. നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കട്ടെ. നന്ദി. ആദ്യമായിട്ടാണ് ഒരു മീഡിയ ടീമിനെ ഇങ്ങോട്ട് കയറ്റുന്നതെന്ന് പറഞ്ഞു, അതിന് ഒരുപാട് നന്ദി. അല്ല, ഞാൻ അങ്ങനെ ആരെയും കയറ്റാറില്ല. എന്തായാലും ഒരുപാട് നന്ദി മാം. ഇനിയും കാണാനാവട്ടെ സിനിമയുടെ അകത്ത്. എന്താ പേര് പറഞ്ഞില്ലല്ലോ ഇത്രയും നേരം ഇരുന്നിട്ട്? വിഷ്ണു. ഒരുപാട് നന്ദി മാം. നല്ല നേരത്തിന് നമസ്കാരം. താങ്ക് യു. നന്ദി.